ഹലോ ഗൈസ്, പുതിയൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ആംസ്റ്റർ കമ്പാർട്ട് പോലെ ടെലിഗ്രാമിൽ തന്നെ നമ്മൾ മൈൻ ചെയ്യുന്ന മറ്റൊരു പ്രോജക്റ്റാണ് ടാപ്സ്വാപ്പ് മൈനിങ് പ്രോജക്റ്റ് എന്നുള്ളത്. ആംസ്റ്റർ കമ്പാർട്ടിൻ്റെ അത്ര തന്നെ കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ പോലും ആംസ്റ്റർ കമ്പാർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ഒരു അടിപൊളി പ്രോജക്റ്റും അടിപൊളി കമ്മ്യൂണിറ്റിയുള്ള നല്ലൊരു പ്രോജക്റ്റ് തന്നെയാണ്. നിങ്ങൾ ടെലിഗ്രാമിൽ ടാപ്സ്വാപ്പ് മൈനിങ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. അതുപോലെ ടാപ്സ്വാപ്പ് ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടാപ്സ്വാപ്പിൻ്റെ ലോഞ്ചിങ് പോകാനായിട്ട് പോകുന്നത് Q3 ഏകദേശം സെപ്റ്റംബറിലാവും ഇതിൻ്റെ ലിസ്റ്റിംഗ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓൾറെഡി ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാ ടാസ്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഈ ടാപ്സ്വാപ്പിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ ടാപ്സ്വാപ്പിൽ വന്നിട്ടുള്ള ഒരു മിനി ഗെയിം എങ്ങനെ കളിക്കാം എന്നതിനെ കുറിച്ചാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ എല്ലാ വീഡിയോസിനും ലൈക്കും കമൻറ്റും എല്ലാം തന്നെ കുറവാണ്. ഈ ഒരു വീഡിയോക്ക് നമ്മൾ ഏകദേശം ഒരു 50 ലൈക്കെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം നിങ്ങൾ ചെയ്തു തരണമെന്നുള്ളതാണ്. ഇനി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ടാപ്സ്വാപ്പിൻ്റെ മൈനിങ് ബോട്ടാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ പറയുമ്പോൾ തന്നെ അതിനിടയിൽ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതുവരെ അവർ സ്നാപ്ഷോട്ടൊന്നും എടുത്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവർ സ്നാപ്ഷോട്ട് എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് എന്നാണ് എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ടാസ്കുകളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. 6ഓളം ക്രൈറ്റീരിയകളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ അവർ പറഞ്ഞിട്ടുള്ളത് ഷെയർ ബാലൻസ് ആണ്. ഷെയർ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോയിൻറ്റ്സ് ആണ്. നമ്മുടെ മുകളിൽ തന്നെ ഫസ്റ്റായിട്ട് നമുക്ക് കാണിക്കുന്ന ടോട്ടൽ പോയിൻറ്റ്സിനെയാണ് അവർ ഷെയർ ബാലൻസ് കണക്കാക്കുന്നത്. ഇത്രത്തോളം നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പിൻ്റെ എലിജിബിലിറ്റി നിങ്ങൾക്ക് കൂടാനുള്ള സാധ്യത ഉണ്ട്. പോയിൻറ്റ്സ് നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ബൂസ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനിലും എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ താഴ്ഭാഗത്തുള്ള ടാസ്കിൽ പോയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓരോ ദിവസം പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയ പാർട്ടിസിപ്പേഷൻ ആണ്. അതായത് ഇവരുടെ ട്വിറ്റർ പേജിലും ടെലിഗ്രാമിലും ഒക്കെ എത്രത്തോളം എൻഗേജ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ഡ്രോപ്പിൻ്റെ എലിജിബിലിറ്റി കൂടാം എന്നുള്ള കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് അവർ പറയുന്നത് ഗെയിം വിസിറ്റ് ഫ്രീക്വൻസി, അതായത് ടാപ്സ്വാപ്പ് നിങ്ങൾ എത്രത്തോളം നിങ്ങളെ യൂസ് ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ചാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ അവർ കൊടുക്കുന്നത്. സോ നിങ്ങൾ ഡെയിലി ടാപ്സ്വാപ്പ് മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ടാപ്പ് ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. നാലാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത് ടാസ്ക് കംപ്ലീഷൻ ആൻഡ് വീഡിയോ വ്യൂസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് താഴ്ഭാഗത്ത് ടാസ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ എത്രത്തോളം നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആ വീഡിയോയിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് എയർ ഡ്രോപ്പിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ അവർ കണക്കാക്കുന്നത്. ഇവിടെ ഞാൻ ഫസ്റ്റത്തെ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ വാച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലോട്ടാവും പോവുക. നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ വിവരമായിട്ട് തന്നെ വാച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ ചെക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളുടെ ടാസ്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏകദേശം 4 ലക്ഷം പോയിൻറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലുള്ള മറ്റൊരു ടാസ്ക്കാണ് ഏതെങ്കിലും ഒരു ടാസ്ക് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം വാച്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബ് വീഡിയോ നമ്മൾ വാച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസിന് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ആൻ ആൻസർ എന്നുള്ള ബോക്സിൽ നിങ്ങൾ ആൻസർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇതാണ് മറ്റൊരു ടാസ്ക് എന്നുള്ളത്. ഇതിൻ്റെ ആൻസർ എല്ലാം തന്നെ നമ്മളുടെ ടെലിഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. സിമ്പിളായിട്ട് എല്ലാ ടാസ്കുകളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത് ടാപ്പി ടൗൺ എന്ന ഒരു മിനി ഗെയിം വന്നിട്ടുണ്ട്. അത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ കളിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടാവും അഞ്ചാമത്തെ ക്രൈറ്റീരിയ അവർ കൊടുക്കുന്നത്. പുതിയ അപ്ഡേഷന് ശേഷം ഇവിടെ നിങ്ങൾക്ക് താഴ്ഭാഗത്തായിട്ട് ടൗൺ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഗെയിം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് ഈ ഒരു ഗെയിം എങ്ങനെ നമുക്ക് കളിക്കാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറേ ബിൽഡിങ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ബിൽഡിങ്സുകളൊക്കെ ബൈ ചെയ്തതിന് ശേഷം ഓരോ ബിൽഡിങ്സും അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ള ടാസ്ക്. ആംസ്റ്റർ കമ്പാർട്ടിൽ നമുക്ക് ഓരോ കാർഡുകളും ബൈ ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണ് എങ്കിൽ ഇതിൽ നമുക്ക് ഓരോ ബിൽഡിങ്ങുകളും ബൈ ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ ഫസ്റ്റത്തെ ആ ഒരു ബിൽഡിംഗ് ഞാൻ സെലക്ട് ചെയ്തു. ടാപ്പ് ഫ്ലിക്സ് എന്ന ഒരു ബിൽഡിംഗ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ലെവൽ 0 ഇപ്പം നിൽക്കുന്നത്. ഇത് ലെവൽ 1 നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ
500 പോയിൻറ്റ്സാണ് നമുക്കിവിടെ ചിലവ് വരുന്നത്. അതുപോലെ തന്നെ ഹവർലി 100 മൈനിങ് റേറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 ജെംസ് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. 7 സെക്കൻഡ് കൊണ്ടാണ് നമുക്കിത് ബൈയിങ് പൂർത്തിയാവുന്നത്. ബൈ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ ആ ഒരു ബൈയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ബിൽഡിംഗ് ഞാൻ ഫസ്റ്റ് ലെവലിൽ എത്തിച്ചു. സെക്കൻഡ് ലെവലിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൈനിങ് റേറ്റ് ഹവർലി 150 ആണ് കിട്ടുന്നത്. ഇത് ബിൽഡിംഗ് പ്രൈസ് എന്നുള്ള ഭാഗത്ത് ഒരു വീഡിയോ പ്ലേ പോലത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് വെച്ചിട്ടാണ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ഇത് ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി സിനിമ എന്നുള്ളൊരു ഓപ്ഷൻ ഞങ്ങൾക്ക് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ ടാസ്കിൽ കൊടുത്തിട്ടുള്ള അതേ ടാസ്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾ ടാസ്ക് എത്രത്തോളം ചെയ്യുന്നു, യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുള്ള ആ ടാസ്ക് എത്രത്തോളം ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടും. ഇത് വെച്ചിട്ടാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത്. 25 സെക്കൻഡാണ് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ എടുക്കുന്നത്. ഞാനിവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി അപ്ഗ്രേഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തപ്പം അപ്ഗ്രേഡ് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു അപ്ഗ്രേഡ് നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ സ്പീഡ് അപ്പ് 1 ജെംസ് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 ജെംസ് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ ഈ ഒരു അപ്ഡേറ്റ് അവിടെ നടക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു ജെംസ് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു അപ്ഗ്രേഡ് നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ നെക്സ്റ്റ് ബിൽഡിംഗ് ഞാൻ സെലക്ട് ചെയ്തു. പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ആണ്. ഇത് നമുക്ക് ഹവർലി 100 ആണ് നമുക്ക് മൈനിങ് റേറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ 4400 പോയിൻറ്റ്സ് കൊടുത്തിട്ടാണ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്നത്. യു വിൽ റിസീവ് 10 ജെംസ്, അതായത് 10 ജെംസ് നമുക്കിവിടെ റിസീവ് ആവുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മുകളിൽ തന്നെ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ട്രാംപോളിംഗ് എന്ന ഒരു ബിൽഡിംഗ് ലെവൽ 2 എത്തിച്ചാലാണ് ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ആദ്യം നമ്മൾ ട്രാംപോളിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങിൽ പോയിട്ട് ലെവൽ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം പോയിൻ്റ് ഓഫ് വ്യൂ എന്ന ഈ ഒരു ബിൽഡിംഗ് സെലക്ട് ചെയ്തിട്ട് ബൈ ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആംസ്റ്റർ കോമ്പാർട്ടിൽ ചില കാർഡ്സുകൾ നമ്മൾ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാർഡ്സ് ഇത്ര ലെവലിൽ എത്തിക്കണം, അതിനുശേഷമാണ് നമ്മൾ സെലക്ട് ചെയ്ത കാർഡ്സ് ബൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ക്രൈറ്റീരിയ അവർ കൊടുത്തിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ചവർക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെയുള്ള സെയിം സംഭവമാണ് ഇവിടെയും ഉള്ളത്. ഇനി നമുക്ക് ടെലിഗ്രാം ഡെക്ക് എന്ന നെക്സ്റ്റ് ബിൽഡിംഗ് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. അവിടെയും കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. കരോക്കെ എന്നുള്ള ഈ ഒരു ബിൽഡിംഗ് നമ്മൾ ലെവൽ 2 എത്തിച്ചാലാണ് ടെലിഗ്രാം ഡെക്ക് എന്ന ബിൽഡിംഗ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പോയിട്ട് കരോക്കെ എന്ന് പറഞ്ഞ ബിൽഡിംഗ് നമ്മൾ ലെവൽ 2 എത്തിക്കണം. ഇവിടെ കുറേ ബിൽഡിങ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ബിൽഡിങ്സുകളൊക്കെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് ഇൻക്രീസ് ആവുന്നത്. നിങ്ങൾ ഓരോ കാർഡും നിങ്ങൾ നോക്കിയതിന് ശേഷം അതിലെന്താണോ കാണിച്ചിട്ടുള്ളത് ആ ബിൽഡിംഗ് നിങ്ങൾ ലെവലപ്പ് ചെയ്തതിന് ശേഷം ഓരോ ബിൽഡിങ്സുകളും നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. 6ാമത്തെ ക്രൈറ്റീരിയ അവർ പറഞ്ഞിട്ടുള്ളത് പെയ്ഡ് ബൂസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ്. നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മളുടെ പോയിൻറ്റ്സ് ഡബിൾ ആകുന്ന ഒരു പെയ്ഡ് ബൂസ്റ്റിംഗ് പരിപാടി അവർ വെച്ചിരുന്നു. ടോണ് കൊടുത്തിട്ടാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്തത്. ആ ഒരു ബൂസ്റ്റിങ് ആരൊക്കെ ടോണ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് എക്സ്ട്രാ റിവാർഡ്സ് ആയിട്ട് അവർക്ക് പോയിൻറ്റ്സുകൾ എക്സ്ട്രാ കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പെയ്ഡ് ബൂസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ചെയ്തവർക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു 6 ക്രൈറ്റീരിയകളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു 6 ക്രൈറ്റീരിയകൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം സ്നാപ്ഷോട്ട് അവർ എന്നാണ് അവർ എടുക്കുന്നത് എന്ന് പോലും അവർ അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ എപ്പോൾ വേണമെങ്കിലും സ്നാപ്ഷോട്ട് എടുക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആക്കുക. ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് സ്വാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ ഭാഗത്ത് കാണാൻ പറ്റും. ഈ ഒരു സ്വാപ്പിംഗ് ഓപ്ഷന് അവരുടെ ക്രൈറ്റീരിയയിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വാപ്പിംഗ് നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് പോലെയുള്ള ഒരു യൂസിങ്ങിന് വേണ്ടിയിട്ടാവാം ചിലപ്പോൾ ഈ ഒരു സ്വാപ്പിംഗ് ഓപ്ഷൻ അവർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടാപ്പ് സ്വാപ്പിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലുള്ളത്. നിങ്ങൾ മാക്സിമം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിലും ഡിസ്കഷൻ ഗ്രൂപ്പിലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു ഡിസുമായിട്ട് കാണാം.